തിരുനാവായ പഞ്ചായത്ത് 8ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് പ്രഹസനമാണെന്ന് SDPI നേതൃത്വം പറഞ്ഞു. ഉത്തരവാദികളായ പാർട്ടി മെമ്പർമാർക്കെതിരെ നടപടിയെടുക്കുകയാണ് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു. കേട്ടുകേൾവിയില്ലാത്ത വിധം അസാധാരണമായ കാലതാമസത്തിനും വാർഡ് അനാഥമായതിനും ഭരണപങ്കാളിത്തമുള്ള കോൺഗ്രസും ഉത്തരവാദികളാണ്. കോൺഗ്രസിന്റെ സമരം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഉത്തരവാദികളായ പാർട്ടി മെമ്പർമാർക്കെതിരെ നടപടിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. SDPI രാഷ്ട്രീയ സമരത്തിലേക്കും നിയമ നടപടികളിലേക്കും നീങ്ങിയപ്പോഴാണ് കോൺഗ്രസിന് വെളിപാടുണ്ടായതെന്നും SDPI നേതാക്കൾ പറഞ്ഞു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ നടത്തിയ പ്രതിഷേധ മാർച്ചുണ്ട്. 8ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് നടക്കാത്തതുമായ വിഷയമാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ആ സമരം തികഞ്ഞ പ്രഹസനവും 8ാം വാർഡിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇതിന് കാരണക്കാരായ ആളുകൾ, ഈ തെരഞ്ഞെടുപ്പ് നടക്കാതെ ഈ വാർഡ് അനാഥമായി പോയതിന് കാരണക്കാരായ ആളുകൾ അധികാര കസേരയിൽ കോൺഗ്രസ് പ്രതിനിധികൾ പഞ്ചായത്തിനകത്തിരിക്കുന്നുണ്ട്. അവർക്ക് നേരെ നടപടിയെടുക്കാൻ ആദ്യം കോൺഗ്രസ് തയ്യാറാകണം. കാരണം ഈ കോൺഗ്രസും മുസ്ലിം ലീഗും CPM-ഉം ഒരുമിച്ചെടുത്ത തീരുമാനമാണ് 6 മാസത്തേക്ക് ലീവ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഗൾഫിൽ പോകാൻ അവസരമൊരുക്കുന്നത് 8ാം വാർഡിലെ മെമ്പർക്ക്. 6 മാസക്കാലം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാതെ, ഗ്രാമസഭകൾ വിളിക്കാതെ, മറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഒക്കെ ഈ മെമ്പർ ഇരുന്നിട്ടും പിന്നീട് 3 മാസം ലീവ് അനുവദിച്ചു ആബ്സെന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടും ഈ മെമ്പർക്ക് ജവാദ് ചിറക്കലിന് ഗൾഫിൽ പോയി ജോലി അന്വേഷിച്ച് അവിടെ കഴിയാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് ബോർഡ് ഒരുമിച്ചാണ്. പഞ്ചായത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചാണ്. ഇവിടെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം 3 മാസത്തെ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ ഒരു മെമ്പർ അയോഗ്യനാക്കപ്പെടും എന്നുള്ള നിയമം ലംഘിക്കപ്പെടുന്നു. മാർച്ചിൽ എല്ലാ കണക്കുകളും വെച്ച് നോക്കിയാൽ തന്നെ മാർച്ചിൽ അയോഗ്യനാകേണ്ട വ്യക്തിയെ ഓഗസ്റ്റ് 8-നാണ് അയോഗ്യനാക്കി പ്രഖ്യാപിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയിട്ടുള്ള 4 മാസങ്ങൾ എന്ത് കാരണത്തിലാണ് ഈ അയോഗ്യനാക്കാനുള്ള ഈ കാലതാമസം എന്ത് കാരണത്താലാണ് ഉണ്ടായത് എന്ന് പറയേണ്ടത് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള ആളുകളാണ്. അതിൽ കോൺഗ്രസ് ഇന്ന് സെക്രട്ടറിയെ മാത്രം പഴിചാരിച്ചാണ് സമരം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സമരം കോൺഗ്രസ് പാർട്ടിക്കെതിരെ തന്നെയുള്ള, അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്കെതിരെയുള്ള സമരം കൂടിയായിട്ട് അവരിതിനെ പരിവർത്തിപ്പിക്കണം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. 8ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്നുള്ളത് ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ താല്പര്യമുള്ള വിഷയമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് SDPI ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മറ്റ് രീതിയിൽ അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, പഞ്ചായത്ത് ഡയറക്ടർ, ഓംബുഡ്സ്മാൻ അടക്കമുള്ള വിവിധ മേഖലകളിൽ അതിൻ്റെ പരാതികളും നിയമ പോരാട്ടങ്ങളുമായിട്ട് SDPI മുന്നോട്ട് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചില ആളുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്നലെ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഇത് സത്യത്തിൽ കോൺഗ്രസ് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഇത് എന്നോ നടത്തി അവിടെ ഈ മെമ്പറെ അയോഗ്യനാക്കി കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് റിപ്പോർട്ട് കൊടുക്കാനൊക്കെ അവരുടെ വൈസ് പ്രസിഡന്റ് അതിനകത്തുണ്ട്. അത് ചെയ്യാതെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോലും തെറ്റായ ഒരു ഫോറത്തിൽ റിപ്പോർട്ട് നൽകി തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ ബോധപൂർവം ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാര്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ സമരത്തെ 8ാം വാർഡിലെ ജനത പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് SDPIക്ക് പറയാനുള്ളത്. ഇത്തരം പ്രഹസന സമരങ്ങളെ ഈ വാർഡിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വരും കാലങ്ങളിൽ ജനങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് CV നൌഷാദ്, ഉപാധ്യക്ഷൻ NP ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.